ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് വ്യത്യസ്തമായൊരു മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ചെറിയൊരു കഥ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ചിത്തിജയപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. 3 വർഷമായിട്ട് ആ ഗ്രാമത്തിൽ മഴ പെയ്യുന്നില്ല. കൃഷിയൊന്നും ഇല്ലാതെ പട്ടിണി കാരണം ആൾക്കാർ മരിച്ചു വീഴുകയാണ്. അവസാനം ഒരു മഹർഷി വന്ന് രാജാവിനോട് പറയുന്നുണ്ട്, ഭൂമി നമുക്ക് എന്തെങ്കിലും തരുമ്പോൾ തിരിച്ച് ഭൂമിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, എന്നാൽ മാത്രമേ ഇവിടെ മഴയൊക്കെ ലഭിക്കൂ. അതുകൊണ്ട് ഇവിടെ മരിച്ചു വീഴുന്ന ആൾക്കാരെ എല്ലാം തന്നെ ഈ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്ത് അടക്കം ചെയ്യണം. ഒടുവിൽ അയാൾ പറഞ്ഞ പോലെ രാജാവ് ചെയ്ത ശേഷമാണ് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയത്. കാലങ്ങൾ വീണ്ടും കടന്നുപോയപ്പോൾ ആൾക്കാർ ഇതിനെപ്പറ്റി മറന്നുപോയി. വീണ്ടും അവിടെ മഴ പെയ്യാതെയായി. അതോടെ വീണ്ടും ജനങ്ങള് ആൾക്കാരെ എല്ലാം തന്നെ വടക്ക് ഭാഗത്ത് അടക്കം ചെയ്യാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് കാലങ്ങളായിട്ട് അവരനുഷ്ഠിച്ചു പോയിരുന്ന ഒരു കാര്യമായിരുന്നു, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്ത് മാത്രം അടക്കം ചെയ്യും. അങ്ങനെ രാജാവിന്റെ കാലമൊക്കെ കടന്നുപോയി. ഇവിടെയുള്ള ആൾക്കാരൊക്കെ വേറെ എവിടേക്കോ പോയി. കുറെ കാലങ്ങൾക്ക് ശേഷം കുറച്ച് ആൾക്കാർ ഈ ഗ്രാമത്തിലേക്ക് വന്ന് വീണ്ടും താമസമായി. കേട്ടുമറന്ന കഥകളൊക്കെ കാരണം ഇവരും ആ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്താണ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ മൂവിയിൽ ഒരു ഗ്രാമത്തലവൻ മരിക്കുകയാണ്. അയാളെയും ആ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ശവപ്പറമ്പിലേക്കാണ് അടക്കം ചെയ്യാൻ കൊണ്ടുവരുന്നത്. ഗ്രാമത്തലവനായതുകൊണ്ട് തന്നെ വലിയൊരു കല്ലൊക്കെ അയാൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കല്ലിലാകട്ടെ അയാളുടെ ജനനവും മരണവും അയാൾ എങ്ങനെയാണ് മരിച്ചതെന്നും എല്ലാം തന്നെ എഴുതി ചേർക്കും. അയാളുടെ മരണത്തിൽ വിഷമിച്ചു നിൽക്കുന്ന അയാളുടെ ഭാര്യയും മകളെയും നമുക്ക് കാണാം. ഇവളുടെ പേര് അപൂർവ എന്നാണ്. ഇവളാണ് നമ്മുടെ നായിക. കൂടാതെ ആ ഗ്രാമത്തിലെ 2 പണക്കാരായ വ്യക്തികളെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇയാളുടെ പേര് ഭീമയ്യ എന്നും ഇയാളുടെ പേര് മധുബാബു എന്നുമാണ്. ഗ്രാമത്തിന്റെ അധികാരം തങ്ങളുടെ കയ്യിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന 2 വ്യക്തികളായിരുന്നു ഇവർ. എന്നാൽ കാലങ്ങളായിട്ട് ഗ്രാമത്തലവനാകുന്നത് ഒരേ ഒരു കുടുംബത്തിലെ ആൾക്കാരായിരുന്നു. തലമുറകളായിട്ട് ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ വരുന്നു. ഇപ്പോൾ നമ്മുടെ അപൂർവയുടെ അച്ഛൻ മരിച്ചത് കാരണം അപൂർവയാണ് അടുത്ത ഗ്രാമത്തലവയായിട്ട് വരുന്നത്. അവിടെ മരിക്കുന്ന ആൾക്കാരെ എല്ലാം തന്നെ ആ ശവപ്പറമ്പിൽ അടക്കം ചെയ്യുന്നത് ചിന്ന എന്ന് പറയുന്ന ഇയാളായിരുന്നു. അവന്റെ അച്ഛനും അപ്പൂപ്പനും എല്ലാം തന്നെ ഇതേ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവനും ഈ ജോലി തന്നെ ചെയ്യാൻ തുടങ്ങി. അവന്റെ കൂടെ ഇരിക്കുന്ന ഈ വ്യക്തിയാണ് അടക്കം ചെയ്യുമ്പോഴുള്ള കല്ലുകളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ മരിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് 2 പേർക്കും ജോലിയും കാശുള്ളൂ. നമ്മുടെ ചിന്നയുടെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അവർക്ക് വല്ലാതെ ചുമയുണ്ട്. എപ്പോ വേണമെങ്കിലും മരിക്കാമെന്നൊരു കണ്ടീഷനാ. അവരെപ്പോഴും തന്റെ മകനോട് പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ ശവപ്പറമ്പില് തണലുള്ളൊരു മരത്തിന്റെ താഴെ എന്നെ അടക്കം ചെയ്യണമെന്ന്. ഇവിടെ നമ്മുടെ അപൂർവയാകട്ടെ ഗ്രാമത്തലവയായിട്ട് തന്റെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്നാൽ അവൾക്കാകട്ടെ അതിലൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, അവളുടെ അവസ്ഥ അതായിപ്പോയി. പേടിച്ചാണ് ആൾക്കാരുടെ അടുത്തേക്ക് അവൾ ചെല്ലുന്നത്. എല്ലാവരും അവളെ കളിയാക്കാൻ തുടങ്ങി. അവൾ എടുക്കുന്ന പ്രതിജ്ഞയിൽ പോലും പല തെറ്റുകളും വരുന്നു. ഇവളെ കൊണ്ടൊന്നും ഇതൊന്നും നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് ഭീമയും മധുബാബുവും കളിയാക്കുന്നു. 2 പേരുടെ മനസ്സില് അടുത്ത കൂടാൻ പോകുന്ന ഗ്രാമസഭയില് ഇവളോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിച്ച് ഈ സ്ഥാനത്ത് നിന്നും അവളായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്ന രീതിയിൽ അവളെ എത്തിക്കണമെന്നായിരുന്നു. ഇവിടെ നമ്മുടെ ചിന്നയാകട്ടെ അമ്മ പറഞ്ഞ പ്രകാരം നല്ലൊരു സ്ഥലം അന്വേഷിച്ച് ആ ശവപ്പറമ്പിലെല്ലാം നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അവനാകട്ടെ വല്ലാതെ ടെൻഷനാകുന്നത് നമ്മളെ കാണിക്കുന്നു. അങ്ങനെ ഒടുവില് ഗ്രാമസഭ കൂടുന്ന സമയമെത്തി. ആരും പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിച്ചു കുഴപ്പമില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന അപൂർവയുടെ ആ വിശ്വാസമെല്ലാം തെറ്റിച്ചുകൊണ്ട് മധുബാബുവിന്റെയും ഭീമയുടെ ആൾക്കാർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഒരാൾ അവളോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ തക്കാളിക്ക് തീരെ വില കിട്ടുന്നില്ല, എന്താ ഒരു പരിഹാരം എന്ന്. അവൾ ആദ്യം ഒന്ന് പേടിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞ വാക്കുകൾ ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തെ എവിടെയെങ്കിലും നടക്കുന്ന യുദ്ധമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അങ്ങ് പറഞ്ഞാൽ മതി. അവൾ പറയുന്നുണ്ട്, ഇറാഖിൽ യുദ്ധം നടക്കുകയാ, നമ്മുടെ തക്കാളിയിൽ എവിടുന്ന് അങ്ങോട്ടല്ലേ കയറ്റുമതി ചെയ്യുന്നത്. ആ യുദ്ധം തീരാതെ നമ്മുടെ തക്കാളിക്ക് വില കിട്ടാൻ പോകുന്നില്ല, കയറ്റുമതി എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ ചോദിച്ച പല ചോദ്യങ്ങൾക്കും അച്ഛൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ അങ്ങും തൊടാത്ത രീതിയിൽ അവൾ മറുപടി പറഞ്ഞ് രക്ഷപ്പെടുന്നു. പക്ഷെ ഒരാളുടെ ചോദ്യത്തിന്റെ മുന്നിൽ അവൾ ആകെ പകച്ചുപോയി. ആ ചോദ്യം ചോദിച്ചത് നമ്മുടെ ചിന്നയായിരുന്നു. നമ്മുടെ നാട്ടിലെ ശവപ്പറമ്പില് സ്ഥലം തികയാതെ വന്നിരിക്കുകയാണ്. ഇനി ആകപ്പാടെ 4 പേർക്കുള്ള സ്ഥലമേ ഉള്ളൂ. ഇനി ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയി അടക്കും? ആ ചോദ്യത്തിന് അപൂർവയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെയൊരു പ്രശ്നം വരുമെന്ന് അവൾ അവളുടെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം എടുത്ത് ഞാൻ പോയി നോക്കി ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് അവളെ തൽക്കാലം തടിതപ്പി. അവളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഇവള് പറയുന്ന മറുപടി കേട്ടിട്ട് ഇവള് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ അതിൽ പേടി തോന്നി തുടങ്ങിയത് ഭീമയ്ക്കും മധുബാബുവിനായിരുന്നു. എങ്ങനെ ഇവളെ താഴെ ഇറക്കി ആ സ്ഥാനം കയ്യേറാനായിരുന്നു അവരാഗ്രഹിച്ചത്. ശവപ്പറമ്പിൽ സ്ഥലമില്ലാന്നുള്ള കാര്യം അറിഞ്ഞതോടുകൂടി നമ്മുടെ അപൂർവയ്ക്ക് ഉറക്കമില്ലാതെയായി. ഇതിനുള്ള പരിഹാരം അവൾ എങ്ങനെ കണ്ടെത്തും? ഈ കാര്യം നാട്ടിലെല്ലാവരും അറിഞ്ഞതോടുകൂടി ആൾക്കാരെല്ലാം തന്നെ മരിക്കാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയി ചികിത്സിക്കും. അങ്ങനെ ആൾക്കാരൊന്നും കുറച്ചു നാളായിട്ട് മരിക്കാത്തത് കാരണം നമ്മുടെ ചിന്നയ്ക്ക് ജോലിയില്ല, അവന്റെ കയ്യിൽ കാശുമില്ല. ആ ടൈമിൽ ജനങ്ങൾക്കിടയിൽ മറ്റൊരു ചർച്ചയായിരുന്നു നടക്കുന്നത്. ആകപ്പാടെ 4 പേർക്കുള്ള സ്ഥലമല്ലേ ഉള്ളൂ. ആ 4 പേർക്കുള്ള സ്ഥലം ഈ ഗ്രാമത്തിലെ ആർക്കൊക്കെ കിട്ടും? ആദ്യം മരിക്കുന്നവർക്ക് കിട്ടുമെന്ന് ചിന്ന പറയുന്നു. പക്ഷെ അതെങ്ങനെയാ ശരിയാവുന്നതെന്ന് അവന്റെ അമ്മ ചോദിക്കുന്നു. നമ്മൾ കാലങ്ങളായിട്ട് ഈ ശവപ്പറമ്പിൽ ജോലി ചെയ്യുന്നവരാ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അവിടെ തന്നെ അടക്കിയാൽ മതി, എനിക്കും മണ്ണ് വിട്ട് എങ്ങോട്ടും പോകണ്ട. എന്തിനാ ഇപ്പൊ മരണത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചിന്ന അവന്റെ അമ്മയെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ നമ്മുടെ അപൂർവയാകട്ടെ പുതിയ ശവപ്പറമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലം ഏതെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഗ്രാമത്തിന്റെ മാപ്പ് എടുത്തു വെച്ച് നോക്കുന്നു. എന്നിട്ട് അവളുടെ അച്ഛന്റെ സഹായം
സഹായികളായിട്ട് നിന്ന ആൾക്കാരെയും കൂട്ടി ആ ഓരോ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ പല ആൾക്കാരുടേതായിരുന്നു. അവരൊന്നും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതോടെ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. അങ്ങനെ ആലോചിച്ചാലോചിച്ച് ഒടുവിൽ അവളാകട്ടെ ഇവരോട് പറയുന്നുണ്ട്, എന്തിനാ അടക്കം ചെയ്യുന്നത്, ദഹിപ്പിച്ച് കളഞ്ഞാ പോരെ, അപ്പൊ പിന്നെ സ്ഥലത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇത് കേട്ടതും ആ 3 സഹായികളും അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല എന്ന്. കാരണം ഈ ഗ്രാമത്തില് ആരും ശവങ്ങളെ ദഹിപ്പിക്കില്ല, എല്ലാവരും അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുന്നവരെ കൊന്നു കളയുന്ന രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മോള് ഒരു കാരണവശാലും നിന്റെ വാഗൊണ്ട് അങ്ങനെ ഒരു കാര്യം പറയുകയും ചെയ്യരുത്, ആൾക്കാരെ നിന്നെ അടിക്കാൻ വരും. ഒടുവിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അപൂർവ ചിന്നയുടെ അടുത്തെത്തുന്നു. അവൾ അവനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിൽ വയസ്സായിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയണം, അതിൽ ഏറ്റവും അടുത്ത് മരിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാം വേണം. അങ്ങനെ ചിന്നയും സുഹൃത്തുക്കളും ചേർന്നിട്ട് ആ ഗ്രാമം മുഴുവൻ സഞ്ചരിച്ച് മരണം കാത്തു കിടക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെയുള്ള 8 പേരുണ്ടായിരുന്നു. ആ 8-ൽ അവന്റെ അമ്മയും ഉണ്ടായിരുന്നു. കാരണം അവർക്ക് തീരെ സുഖമില്ലല്ലോ. അങ്ങനെ ആ ലിസ്റ്റ് അവൻ അപൂർവയുടെ കയ്യിൽ കൊടുക്കുന്നു. അവളൊരു മീറ്റിംഗ് ഒക്കെ വിളിച്ചുകൂട്ടി. നമ്മുടെ ഗ്രാമത്തില് ഇനി മരിക്കാൻ ചാൻസ് ഉള്ളത് 8 പേരാണ്. ചവപ്പറമ്പിൽ ബാക്കിയുള്ളത് 4 പേർക്കുള്ള സ്ഥലവും. അപ്പൊ ആ 4 പേർക്കുള്ള സ്ഥലം ആർക്കൊക്കെ കിട്ടുമെന്ന് മധുബാബു ചോദിക്കുന്നു. ആർക്കായിരിക്കും പ്രയോറിറ്റി? എന്നാൽ അപൂർവ പറയുന്നു, പ്രയോറിറ്റിയുടെ കാര്യം എന്തിനാ ഇവിടെ പറയുന്നത്, ആദ്യം ആര് മരിക്കുന്നോ അവർക്ക് കിട്ടും. എന്നാൽ ഇത് കേട്ട് ഭീമയ്യ പറയുന്നുണ്ട്, അത് ശരിയാവില്ല എന്ന്. ആ 8 പേരുടെ കൂട്ടത്തിൽ എന്റെ പേരും കൂടെ ചേർത്തോ, കാരണം ഞാൻ കാലങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നതാണ്. എന്റെ ശവം ഈ മണ്ണിൽ തന്നെ അടയ്ക്കാ മതി, വേറൊരിടത്തും അടക്കണ്ട. എന്നിട്ട് അയാൾ ആ ലിസ്റ്റിൽ അയാളുടെ പേരും കൂടെ ചേർക്കുന്നു. അയാൾ അങ്ങനെ പറയാൻ തുടങ്ങിയതോടുകൂടി മധുബാബു അങ്ങനെ പറയാൻ തുടങ്ങി. പിന്നെ പലരും അങ്ങനെ എഴുന്നേറ്റ് നിന്ന് പറയാൻ തുടങ്ങി. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി, അടിയായി, ബഹളമായി. ഭ്രാന്ത് പിടിച്ച് അവള് വീണ്ടും ചിന്നെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അതിനൊരു പരിഹാരമെന്ന്. നീ ടെൻഷൻ അടിക്കാതിരിക്കെ, എന്തെങ്കിലും വഴി കാണുമെന്ന് അവൻ പറയുന്നു. നിനക്ക് ശരിക്കും എന്നെ കുറിച്ച് ഓർമ്മയില്ലേ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. നമ്മൾ പണ്ട് ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അതിനുശേഷം പഠിപ്പ് നിർത്തി. അല്ലെങ്കിൽ ഞാനും നിന്നെ പോലെ ഡിഗ്രി ഒക്കെ എടുത്തേനെ. നിനക്ക് പറ്റുമെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യ്. എന്റെ അമ്മ മരിക്കുമ്പോ ആ പറമ്പിലെ തന്നെ അടക്കാൻ വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ഒരു വഴി കാണുക. എന്നാൽ അവള് പറയുന്നുണ്ട്, നീയും മറ്റുള്ളവരെ പോലെ ഇങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്. പക്ഷെ അവൻ പറയുന്നു, നീ എന്നെ മറ്റുള്ളവരെ പോലെ കാണണ്ട, കാരണം കാലങ്ങളായിട്ട് ആ ശവപ്പറമ്പില് ശവം അടക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ കുടുംബക്കാരാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്കെങ്കിലും അവിടെ ഒരു തരം മണ്ണ് കിട്ടണ്ടേ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അച്ഛൻ മരിച്ചത്. അത് കാരണം എന്റെ പഠിപ്പ് നിന്നു. കാരണം അച്ഛൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ആ ശവം അടക്കുന്ന ജോലി ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. നമ്മുടെ ഈ നാട്ടിൽ കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ്. തലമുറകളായിട്ട് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കും. അതുകൊണ്ടല്ലേ നിന്റെ അച്ഛൻ മരിച്ചപ്പോ നീ ഗ്രാമത്തലവിയായത്. എന്റെ അച്ഛനെന്ന് മരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അത്ര ചെറുപ്പത്തിലെ ഈ ഒരു ജോലി ഏറ്റെടുക്കേണ്ടി വരില്ലായിരുന്നു. അവനങ്ങനെ വിഷമത്തോടൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അവന്റെ ആ ഒരു അവസ്ഥ അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. കാലങ്ങളായിട്ട് ആ ശവപ്പറമ്പിൽ പണിയെടുത്ത് അവിടെ ശവങ്ങളെല്ലാം അടക്കിക്കൊണ്ടിരിക്കുന്ന അവനും കുടുംബത്തിനും തന്നെയാണ് ഈ നാട്ടിലെ മറ്റാരേക്കായാലും അവിടെ ഒരു തരം മണ്ണ് കിട്ടാനുള്ള അവകാശം. അവസാനം ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അവള് പറയുന്നുണ്ട്, ആ ശവപ്പറമ്പില് അടക്കം ചെയ്യാൻ പറ്റുന്ന ആ 4 പേര് ആരൊക്കെയാണെന്ന് നമുക്ക് ഞറുക്കിട്ടെടുക്കാമെന്ന്. വലിയ എന്തോ ഞറുക്കെടുപ്പ് നടത്തുന്ന പോലെയായിരുന്നു ശവപ്പറമ്പിൽ സ്ഥലത്തിന് വേണ്ടിയിട്ട് അവിടെ എല്ലാവരും തടിച്ചുകൂടിയത്. ആകെ ടോട്ടല് 9 പേരുടെ പേരാണ് ആ ലിസ്റ്റിലുണ്ടായിരുന്നത്. ഭീമയ്യ തന്റെ പേര് കൂട്ടിച്ചേർത്തു. നമ്മുടെ മധുബാബുവിന്റെ അച്ഛന്റെ പേര് ഓൾറെഡി അതിലുണ്ടായിരുന്നു. ഞറുക്കെടുക്കുമ്പോ ആദ്യമാകട്ടെ 2 സ്ത്രീകളുടെ പേരാണ് കിട്ടുന്നത്. മൂന്നാമത് കിട്ടുന്നത് മധുബാബുവിന്റെ അച്ഛന്റെ പേര്. അയാളാകട്ടെ അത് വൻ ആഘോഷമാക്കുകയാണ്. 4ാമത്തത് എടുക്കുമ്പോ ചിന്ന പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അത് തന്റെ അമ്മയുടെ പേരായിരിക്കണേ എന്ന്. അവന്റെ അമ്മയും അത് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ അപൂർവ ഞറുക്കെടുക്കുമ്പോൾ അതിൽ ഭീമയ്യയുടെ പേരായിരുന്നു. എന്നാൽ അവൾ അത് വിളിച്ചു പറയാതെ അതിനു പകരം ചിന്നയുടെ അമ്മയുടെ പേരാണ് വിളിച്ചു പറയുന്നത്. അത് കേട്ട് ചിന്നയെ അമ്മയെ സന്തോഷിക്കുന്നു. ഭീമയെക്കായാലും എന്തുകൊണ്ടും ആ സ്ഥലം അവകാശപ്പെട്ടത് അവന് തന്നെയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ആ പേപ്പറിൽ എഴുതിയിരുന്നത് ഭീമയുടെ പേരാണെന്നുള്ളത് അവൾ മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് മറ്റാരും ഈ രഹസ്യം അറിഞ്ഞതുമില്ല. ഇവിടെ നമ്മുടെ മധുബാബു ആകട്ടെ തന്റെ അച്ഛന് ഞാർക്ക് വീണ സന്തോഷത്തില് വീട്ടില് പാർട്ടി നടത്തുകയാണ്. എല്ലാവരെയും വിളിച്ച് ആഹാരമൊക്കെ കൊടുക്കുന്നു. നമ്മുടെ അപൂർവ കുറച്ച് സമാധാനത്തിലാണ്. കാരണം 4 പേരും കൂടെ ഒരുമിച്ച് മരിക്കാൻ പോകുന്നില്ലല്ലോ, ഓരോരുത്തരായിട്ടല്ലേ മരിക്കാൻ പോകൂ. അതിനി ഒരുപാട് കാലങ്ങൾ എടുക്കും. ചിലപ്പോൾ 1 വർഷം കൊണ്ടായിരിക്കും ഈ 4 പേര് മരിക്കുന്നത്. അതുവരെ സമാധാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടാ മതി. എന്നാൽ ഈ മധുബാബുവിന്റെ വീട്ടിലെ ഫംഗ്ഷനില് ഒരു കള്ളുകുടിയനാകട്ടെ അവിടെ ഉണ്ടാക്കുന്ന കള്ളിനൊന്നും വലിയ വീര്യമില്ലാന്ന് പറയുന്നു. എന്നിട്ട് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കള്ളിനകത്ത് അയാൾ എന്തൊക്കെയോ വാരിയിടുന്നു. അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാകട്ടെ അയാളെ വഴക്കും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിക്കുകയാണ്. അത് കുടിച്ചു കഴിഞ്ഞ ആൾക്കാർ ചത്തുപോകുന്നു പറഞ്ഞ് ആ കള്ളിനെ ഉപയോഗിക്കാൻ പറ്റില്ല, അത് കളഞ്ഞെങ്കിലേ പറ്റൂ. എന്നാൽ അതിനു മുമ്പ് ഈ സംഭവങ്ങളൊന്നും അറിയാതെ ഒരാളാകട്ടെ അതിൽ നിന്നും കുറച്ച് എടുത്തുകൊണ്ടുപോയി ആരോഗ്യ ചേർന്ന് അത് കുടിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ മധുബാബുവിന്റെ വീടിന്റെ ഫ്രണ്ടില് 4 പേര് മരിച്ചു കിടന്നു. ആ സംഭവം അറിഞ്ഞ് ചിന്നി അപൂർവം വരെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ആൾക്കാരെല്ലാം അവിടേക്ക് ഓടിക്കൂടി. ആകെ 4 പേരെ അടക്കാനുള്ള സ്ഥലമേ സെമിത്തേരിയിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിപ്പോ ഈ 4 പേരെ അടക്കം ചെയ്യുമ്പോൾ തീരുകയും ചെയ്യും. ഞറക്കെടുപ്പിൽ ജയിച്ചതൊന്നും തന്നെ ഇനി ഇവിടെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കാരണം ഈ 4 പേരുടെ മൃതദേഹം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഭീമയായിരുന്നു. അയാൾക്ക് ഞറക്കിൽ പേര് വീണതുമില്ല. ഇപ്പോൾ ആ സ്ഥലമെല്ലാം തീരുകയും ചെയ്തു. അയാൾ മധുബാബുവിനെ നോക്കിയിരുന്ന് ചിരിക്കുന്നു. നിന്റെ അച്ഛന് ഞറക്ക് വീണ
വീണതിൽ നീ സന്തോഷിച്ചതല്ലേ? അവസാനം നീ നടത്തിയ പാർട്ടിയിൽ തന്നെ 4 ആൾക്കാർ മരിച്ചിരിക്കുന്നു. നിന്റെ അച്ഛന് കിട്ടേണ്ട സ്ഥലവും അവര് കൊണ്ടുപോയി. അങ്ങനെ ആൾക്കാരെല്ലാം ചേർന്നിട്ട് ആ 4 പേരുടെ മൃതദേഹവും ശവപ്പറമ്പിൽ അടക്കം ചെയ്തു. അപൂർവ എന്ത് ചെയ്യണമെന്നറിയാതെ താടിക്ക് കൈയും കൊടുത്തു നിൽക്കുകയാണ്. ആ സ്ഥലം ഫില്ലായതോടുകൂടി അവിടെ ഒരു ഹൗസ്ഫുൾ ബോർഡും വെച്ചു. ശവപ്പറമ്പ് ഹൗസ്ഫുൾ ആയതോടുകൂടി ജോലി നഷ്ടപ്പെട്ട 2 പേരാണ് നമ്മുടെ ചിന്നയും ആ കല്ലുകൾ ഉണ്ടാക്കുന്ന ആളും. അയാൾ ഒരു ജോലി തേടി ഭീമയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഭീമയെ ആകട്ടെ അയാളെ നാണം കെടുത്തി പറഞ്ഞു വിടുന്നു. ഇവിടെ ചിന്നയോട് അവന്റെ അമ്മ പറയുന്നുണ്ട്, ആ സ്ഥലമെല്ലാം തീർന്നു പോയതിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ വെറുതെ എന്റെ ആഗ്രഹം പറഞ്ഞതല്ലേ ഉള്ളൂ. നീ എന്നെ എവിടെ കൊണ്ടുപോയി അടക്കിയാലും എനിക്കൊരു പ്രശ്നമില്ല. എന്നാൽ അവൻ പറയുന്നുണ്ട്, അമ്മ അതൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, അമ്മ എന്നെ വിശ്വസിച്ചാൽ മതി, കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അവന്റെ മനസ്സിൽ എന്തോ ഒരു രഹസ്യമുണ്ടായിരുന്നു. അവൻ നേരെ ശവപ്പറമ്പിലേക്ക് പോകുന്നു. ശരിക്കും അവിടെ 5 പേർക്കുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവൻ എല്ലാവരോടും 4 പേർക്കുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം 5ാമത്തെ സ്ഥലം അവൻ അവന്റെ അമ്മയ്ക്ക് വേണ്ടി വെച്ചിരുന്നതാണ്. ആ സ്ഥലം അവൻ മറച്ചു വെച്ചത് ആരും അറിഞ്ഞില്ല. കാരണം തന്റെ അമ്മയ്ക്കാണ് ഇവിടെ കിടക്കാൻ ഏറ്റവും കൂടുതൽ അർഹത എന്ന് അവൻ വിശ്വസിച്ചു. എന്തേലും കാരണവശാൽ ഈ സ്ഥലം ആരുടെയെങ്കിലും കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ പണിയാകും. അതുകൊണ്ട് ഈ സ്ഥലം നല്ലപോലെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ല് ചുമ്മാതെങ്കിലും ഇവിടെ കൊണ്ട് വെക്കണം. അവൻ ആ കല്ല് വെക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് വെറുതെ എനിക്കൊരു കല്ല് തരാൻ പറയുന്നു. നീ എടുത്തോണ്ട് പോ, അല്ലെങ്കിൽ ഇതിനൊന്നും ഇനി ഉപയോഗം ഉണ്ടാകാൻ പോകില്ല എന്നാണ് അയാൾ പറയുന്നത്. അവൻ അവിടെ നിന്നും ചാക്കിലാക്കി ആ കല്ലുമായിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ അപൂർവയും കൂട്ടരെയും കാണുന്നുണ്ട്. ഞങ്ങൾ അടുത്ത ഗ്രാമത്തില് സ്ഥലം അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്, നീ ഞങ്ങളുടെ കൂടെ കയറാൻ അവള് പറയുന്നു. അവളെ കണ്ടതും പെട്ടെന്ന് പേടിച്ച് അവന്റെ കയ്യിൽ നിന്ന് ആ കല്ല് താഴെ വീഴുന്നു. അതിന്റെ ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവനത് കാറിന്റെ അടിയിലേക്ക് നീക്കി കളയുകയും ചെയ്യുന്നു. നീ എന്തായി കാണിക്കുന്നേ? ഇതിനകത്ത് എന്താന്നൊക്കെ അവള് ചോദിക്കുന്നു. ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിവായി. ഇവരുടെ ശവപ്പറമ്പിനപ്പുറം അതിർത്തിയാണ്. ആ അതിർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പല ഗ്രാമങ്ങളുടേതുമാണ്. ആ ഗ്രാമങ്ങൾ ആ ഒരു അതിർത്തി ഭാഗത്തുള്ള കുറച്ച് പ്രദേശം വിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ ശവപ്പറമ്പ് വലുതാക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ഒരുപാട് സ്ഥലവും കിട്ടും. അവരതിനു വേണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അവരാദ്യം പോയി ഒരു ഗ്രാമത്തലവനെ കണ്ട് സംസാരിക്കുമ്പോൾ അയാൾ ആകട്ടെ ചിരിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. 2ാമത്തെ ആളെ കണ്ട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ ഒരു അമ്പലം കെട്ടാൻ പോവുകയാണെന്ന്. 3ാമത്തെ ആളെ കണ്ട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത്, സ്ഥലം തരാൻ ഞങ്ങൾ തയ്യാറാ, 1 ഏക്കർ തരാം, പക്ഷെ അതിന് പകരം 1 ലക്ഷം രൂപ തരണം. 1 ഏക്കറിന് 1 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലാണെന്ന് അവൾ പറയുന്നു. കാരണം ആ കാലത്ത് അത്രയും വില അധികമായിരുന്നു. കയ്യിൽ അത്രയും കാശില്ലാത്ത കാരണം ആ ഓപ്ഷനും നടക്കില്ല. വിഷമത്തോടെ നാട്ടിൽ തിരിച്ചെത്തിയ അവളെ കാത്ത് നാട്ടുകാരെല്ലാം തടിച്ചുകൂടി നിൽപ്പുണ്ട്. ഇനി ഒരു മരണം നടന്നു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയി അടക്കുമെന്ന് എല്ലാവരും ചോദിക്കുന്നു. അതിനാരും മരിച്ചില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ആൾക്കാർ പറയുന്നുണ്ട്, അവിടെ ഓരോരുത്തർ ആത്മഹത്യ ചെയ്യാൻ വരെ നിൽപ്പുണ്ട്. അവരിൽ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയി അടക്കും? അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തൊന്നും ഈ പ്രശ്നം വന്നില്ല. കറക്റ്റ് ഞാൻ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ ആ ശവപ്പറമ്പിൽ സ്ഥലം തീർന്നിരിക്കുന്നു. 300 വർഷമായിട്ട് അവിടെയാണ് ആൾക്കാരെ അടക്കം ചെയ്യുന്നത്. കറക്റ്റ് എന്റെ ഭരണകാലത്ത് തന്നെ എന്തിനാ ഈ സ്ഥലമൊക്കെ തീർന്നത്? അതൊക്കെ പറഞ്ഞ് അവളിരുന്ന് കരയുകയാണ്. താൻ ഈ ജോലി തന്നെ വിടുകയാണെന്ന് അവൾ പറയുന്നു. എനിക്ക് ഗ്രാമത്തലവിയാകണ്ട. എന്നാൽ അവളുടെ അമ്മ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് നമ്മുടെ തലമുറയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാ, നീയായിട്ട് അതൊന്നും ഇട്ടെറിഞ്ഞു പോകാൻ പാടില്ല. അതേ ടൈമിൽ നമ്മുടെ ചിന്നയാകട്ടെ അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് മരച്ചിലകളും മറ്റും മാറ്റിയിട്ട് അവിടെ അവൻ കൊണ്ടുവന്ന് ഫേക്കായിട്ട് ഒരു കല്ല് വെക്കുന്നു. പിറ്റേന്നാകട്ടെ നമ്മുടെ അപൂർവ അവിടെ ഇനി കുറച്ചെങ്കിലും സ്ഥലം കിട്ടുമോന്നറിയാൻ വേണ്ടിയിട്ട് ആ ശവപ്പറമ്പ് മുഴുവൻ നടന്ന് പരിശോധിക്കുകയായിരുന്നു. ചിന്ന ആകെ ടെൻഷനിലായി. തന്റെ കള്ളത്തൽ അവൾ കണ്ടുപിടിക്കുമെന്ന് പേടിച്ചിട്ട്. ഒടുവിൽ കറക്റ്റായിട്ട് ചിന്ന കൊണ്ടുവച്ച ആ കല്ലിന്റെ അടുത്ത് തന്നെ അവള് പോയി നിൽക്കുകയാണ്. ബാക്കി എല്ലാ കല്ലുകളിലും ജനനവും മരണവും മരിച്ചത് എങ്ങനെയാണെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ മാത്രം ഒന്നുമില്ല. അതെന്താ അങ്ങനെയെന്ന് അവള് ചോദിക്കുന്നു. ചിന്ന ആകെ ടെൻഷനായിട്ട് അവളോട് പറയുന്നുണ്ട്, ഇത് വർഷങ്ങൾ പഴക്കമുള്ള കല്ലല്ലേ, 100 വർഷമെങ്കിലും പഴക്കം ഉണ്ടാകും. ആ എഴുതിയിരുന്നതൊക്കെ മാഞ്ഞു പോയതായിരിക്കാം, അതുകൊണ്ടാ കാണാത്തത്. അവൻ പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് അവൾക്കും തോന്നി. പക്ഷെ അതിനോടൊപ്പം തന്നെ അവൾക്കൊരു ഐഡിയയും തോന്നുന്നു. അവള് പെട്ടെന്ന് ഗ്രാമസഭ വിളിച്ചുകൂട്ടി. നമ്മുടെ നാട്ടിലെ ഈ പ്രശ്നത്തിന് താൻ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്ന് അവള് പറയുന്നു. 300 വർഷം കൊണ്ടേ നമ്മുടെ നാട്ടില് ആ ശവപ്പറമ്പുണ്ട്. നമ്മുടെയൊക്കെ ഒരുപാട് പൂർവികരെയും അവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് അറിയാത്ത ഒരുപാട് പൂർവികരുണ്ടല്ലോ, അവരുടെയൊക്കെ കല്ലറകള് നമുക്ക് മാറ്റാം. അപ്പൊ ഒരുപാട് സ്പേസ് കിട്ടും. അവിടെ നമുക്ക് പുതിയ ആൾക്കാരെ അടക്കം ചെയ്യാം. അവള് പറഞ്ഞ ആ ഒരു കാര്യം നല്ലതാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. കാരണം ഈ ഒരു പ്രശ്നത്തിന് അതൊരു നല്ല പരിഹാരമാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം പഴയ കല്ലറകളും പൊട്ടിപ്പോയ കല്ലറകളും ഒക്കെ വേർതിരിച്ച് കണ്ടുപിടിക്കണം. 2 ദിവസത്തിനകം ആ ജോലി തുടങ്ങാമെന്ന് അവള് പറയുന്നു. ഇതോടെ നമ്മുടെ ചിന്ന ആകെ ടെൻഷനിലായി. കാരണം അവൻ അവിടെ ഫേക്കായിട്ട് ഒരു കല്ലുകൊണ്ട് വെച്ചിട്ടില്ലേ, അതിലൊന്നും എഴുതിയിട്ടുമില്ല. ആ കല്ല് ഫേക്കാണെന്ന് ഇവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ചെയ്തത് താനാണെന്ന് അവർ എന്തായാലും കണ്ടെത്തും. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ അവൻ ഒരു പണി ചെയ്യാൻ പോകുന്നു. ആ കല്ലില് എന്തെങ്കിലും ഫേക്കായിട്ട് കുത്തിവെക്കാം. ഏതെങ്കിലും ഒരാളുടെ പേരും അയാളുടെ വെറുതെയുള്ളൊരു ജനനതീയതി, ഒരു മരണതീയതി, ഒരു മരണകാരണമായിട്ട് അവൻ എഴുതുന്നത് സ്വാതന്ത്ര്യ സമരത്തില് രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്തു എന്നതായിരുന്നു. അങ്ങനെ പ്ലാൻ സക്സസ് ആയ സന്തോഷത്തില് അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടക്കുകയാണ്. കറക്റ്റ് ആ സമയത്ത് അവിടേക്ക് ആ കുടിയൻ വന്നിട്ടുണ്ടായിരുന്നു. അയാള് ഇവനെ ആ ഒരു രൂപത്തിൽ കണ്ടതും പേടിച്ച് ബോധം കെടുന്നു. അയാള് ബോധം കെട്ട് കിടക്കുന്ന കണ്ടിട്ട് ചിന്ന അവിടെ നിന്ന് ഓടിപ്പോയി. ഇവിടെ പിറ്റേന്ന് അപൂർവയുടെ കൂടെയുള്ള ആൾക്കാർ വന്ന് അവിടെയുള്ള ലിസ്റ്റുകളെല്ലാം തന്നെ എടുക്കുന്നു. ചിന്ന കുത്തിവെച്ച കല്ലും അവർ കാണുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഇതൊരു സ്വാതന്ത്ര്യ സമര പോരാളി
കൊലയാളിയല്ലേ, ഇയാളുടെ കല്ലറയൊന്നും തൊടണ്ടാന്ന്. അല്ലാതെയുള്ള പഴകിയതും പൊട്ടിയതുമായിട്ടുള്ള 59 കല്ലുകളുടെ ലിസ്റ്റ് അവരെടുക്കുന്നു. അത്രയും ആൾക്കാരുടെ അസ്ഥികൾ പുറത്തെടുത്ത് അതെല്ലാം ഒരിടത്ത് കുഴിച്ചിടാനായിരുന്നു ഇവരുടെ തീരുമാനം. പക്ഷെ ആ ടൈമില് ആ കുടിയന്റെ ഫാമിലി അവിടെയുള്ളൊരു പൂജാരിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഇവൻ തലേന്ന് രാത്രി എന്തോ കണ്ട് പേടിച്ചു എന്ന്. ആ ശവപ്പറമ്പിൽ വെച്ചാ ഇതൊക്കെ ഉണ്ടായത്. അയാൾ പറയുന്നത് താൻ പ്രേതത്തെ കണ്ടു എന്നാണ്. അത് കേട്ട പൂജാരി പറയുന്നുണ്ട് ശവക്കല്ലറകളെല്ലാം പൊളിക്കുന്നു എന്നറിഞ്ഞിട്ട് അതിനുള്ളിൽ കിടക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ആത്മാക്കളായിട്ട് വരികയും ശല്യം ചെയ്യുകയും ചെയ്യുകയാണെന്ന്. അതോടുകൂടി ആൾക്കാരൊക്കെ പേടിച്ചു തുടങ്ങി. ഇവിടെ അപൂർവയും ചിന്ന ആൾക്കാരും ചേർന്നിട്ട് ആ കല്ലറകൾ പൊളിച്ചു മാറ്റാൻ തുടങ്ങിയതും അവിടെ നിന്നും ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ഈ ജോലി ഇപ്പൊ തന്നെ നിർത്താൻ. കാരണം പൂജാരി അവിടെ എല്ലാവരോടും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ കല്ലറകൾ പൊളിച്ചു കഴിഞ്ഞാൽ അവരുടെ പൂർവികരുടെ ആത്മാക്കൾ വന്ന് അവരെ ശല്യം ചെയ്യുമെന്ന്. അത് കാരണം ഭീമയ്യ പറയുന്നുണ്ട് തന്റെ പൂർവികരുടെ കല്ലറ പൊളിക്കണ്ട എന്ന്. അയാളുടെ വേണ്ടെങ്കിൽ വേണ്ട, ബാക്കിയുള്ളവരുടെ പൊളിക്കാമെന്ന് അപൂർവ വിചാരിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പറയാൻ തുടങ്ങി അവരുടെ പൂർവികരുടെ കല്ലറ പൊളിക്കണ്ട എന്ന്. അതോടെ അവൾക്ക് വീണ്ടും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. പിന്നീട് ഓരോ ആൾക്കാരും തങ്ങളുടെ പൂർവികരുടെ കല്ലറകളൊന്നും പൊളിക്കണ്ട എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പ്രത്യേകം നിറങ്ങൾ സെലക്ട് ചെയ്ത് തങ്ങളുടെ പൂർവികരുടെ സമാധി സ്ഥലത്തിലുള്ള കല്ലുകളിലെല്ലാം തന്നെ അടിക്കാൻ തുടങ്ങി. ഓരോ കുടുംബത്തിനും ഓരോ നിറമായിരുന്നു. എല്ലാവരും അങ്ങനെ നിറങ്ങൾ സെലക്ട് ചെയ്ത് തങ്ങളുടെ പൂർവികരുടെ കല്ലിലെല്ലാം അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കല്ല് മാത്രം ബാക്കിയാകും. അത് ഇവൻ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ. അത് കണ്ടുപിടിക്കാനുള്ള ചാൻസ് കൂടുതലാ. കാരണം അതെങ്ങാനും പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ അസ്ഥിയുമില്ല. ഒടുവിലത് ആരുടെയെങ്കിലും കല്ലറയുടെ ഭാഗമാക്കി മാറ്റാൻ അവൻ തീരുമാനിക്കുന്നു. അവൻ മധുബാബുവിന്റെ കുടുംബത്തിന് അടിച്ചിരുന്ന നീല പെയിന്റ് എടുത്ത് താൻ ഫേക്കായി ഉണ്ടാക്കിയ ആ കല്ലിലടിച്ചു. ഇതെങ്ങനെയോ മധുബാബുവിന്റെ ആൾക്കാർ കണ്ടെത്തി. നമ്മുടെ നീലനിറത്തിലുള്ള കല്ലുകളുടെ കൂട്ടത്തില് നമ്മുടെ പൂർവികരുടെ അല്ലാത്തൊരു കല്ലുണ്ട്. അതവര് വന്നിട്ട് മധുബാബുവിനോട് പറയുകയും ചെയ്യുന്നു. ആരോ ഫേക്കായിട്ട് അങ്ങനെ പെയിന്റ് അടിച്ച വിവരം നമ്മുടെ അപൂർവയെ അറിഞ്ഞു. അവൾ ആദ്യം സംശയിക്കുന്നത് ചിന്നയെ തന്നെയായിരുന്നു. ആരോ ഫേക്കായിട്ടൊരു കല്ലുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഒരു സ്ഥലം ആരോ മറച്ചു വെച്ചിരിക്കുന്നു. അത് നീയല്ലാതെ മറ്റാരും ആകില്ല. നീ മര്യാദയ്ക്ക് സത്യം തുറന്ന് പറയുന്നതാ നല്ലത്. ഇതുവരെയുള്ള അവന്റെ പെരുമാറ്റവും അവന്റെ സംസാരവും എല്ലാം വെച്ച് നോക്കുമ്പോ അവൻ തന്നെയാണെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. അതിനിടയ്ക്ക് അപൂർവയുടെ കൂടെയുള്ള ആൾക്കാർ വന്നിട്ട് അവളോട് പറയുന്നുണ്ട് അവിടെ അമ്പലത്തിന്റെ അടുത്തും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ വലിയ പ്രശ്നങ്ങളും വഴക്കുകളും നടക്കുകയാണെന്ന്. ഇതിപ്പോ എന്താ ഉണ്ടായിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ശരിക്കും പ്രശ്നം എന്തെന്നാൽ ഈ ഓരോ കല്ലറകളുടെയും ഡീറ്റെയിൽസ് എല്ലാം എടുത്തു കഴിയുമ്പോൾ പണ്ട് ആൾക്കാർ ചെയ്ത ക്രൈമുകളെല്ലാം പുറത്തു വന്നു. അതായത് ഓരോരുത്തരുടെ പൂർവികര് മറ്റാൾക്കാരുടെ പൂർവികരോട് ചെയ്ത ക്രൈമുകൾ. ഒരാളുടെ അപ്പൂപ്പൻ മറ്റൊരാളുടെ അമ്മൂമ്മയെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നു. ആ പൂർവികർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള തലമുറ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നു. നമ്മുടെ കുടിയന്റെ മുത്തച്ഛന്റെ കയ്യിൽ നിന്ന് പണ്ട് മധുബാബുവിന്റെ കുടുംബക്കാര് കുറെ രൂപ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല. അത് കാരണം ഈ കുടിയന്റെ കുടുംബത്തിലെ ഒരാള് ആത്മഹത്യ ചെയ്യുക വരെ ചെയ്തു. അങ്ങനെ അതും പറഞ്ഞിട്ട് ഈ കുടിയനാകട്ടെ മധുബാബുവിന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയാണ്. അപൂർവയുടെ കൂടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഈ പ്രശ്നത്തിനെല്ലാം തുടക്കം ആ കള്ള സമാധിയാണെന്ന്. അതുണ്ടാക്കിയവനെ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഇട്ടുകൊടുത്തിട്ട് നാട്ടുകാരെ കൊണ്ട് അടുപ്പിക്കും. അതാരുടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് ആൾക്കാർ ഈ പൂർവ്വ ചരിത്രം മുഴുവൻ അറിയുന്നത്. ഇവിടെ അപൂർവയാകട്ടെ ചിന്നയോട് പറയുന്നുണ്ട് അന്ന് ഞെറുക്കെടുപ്പില് നിന്റെ അമ്മയുടെ പേര് വന്നത് ഞാൻ കാരണമാണ്. ഞാൻ മനഃപൂർവ്വം നിന്റെ അമ്മയുടെ പേര് പറയുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഭീമയുടെ പേരാണ് വന്നത്. ആ സ്ഥലം നിനക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം ആ പേര് പറഞ്ഞത്. അതുകൊണ്ട് നീ എന്നോട് സത്യം തുറന്നു പറയണം. അവൻ അവളോട് തുറന്നു പറയുന്നു ആ കല്ലറ ഉണ്ടാക്കിയത് താനാണ്. തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം മാറ്റിവെച്ചതാ. അവള് പറയുന്നുണ്ട് അവിടെ നിന്നായി പ്രശ്നങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ആരും കാണാതെ ആ കല്ല് അവിടെ നിന്നും എടുത്ത് മാറ്റിയേക്ക്. ചിന്ന അങ്ങനെ ആ കല്ലെടുത്ത് മാറ്റാൻ പോയ സമയത്ത് അപൂർവയുടെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ആ ഭീമയ്യ ആൾക്കാരെയും കൂട്ടി ശവപ്പറമ്പിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന്. ഇപ്പൊ എന്താ പ്രശ്നമെന്ന് അവള് ചോദിക്കുന്നു. ആൾക്കാർ പണ്ട് കാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കല്ലറയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം അവിടെയെല്ലാം മരണകാരണവും മറ്റും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ നോക്കുന്നിടയിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഭീമയ്യയുടെ ആൾക്കാർ തിരിച്ചറിയുന്നു. ശരിക്കും ഈ ഭീമയ്യയുടെ പൂർവികരായിരുന്നു ഈ ഗ്രാമത്തിലെ ഗ്രാമത്തലവനായിട്ട് ആയിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ ഇവരുടെ പൂർവികരിൽ ഒരാൾ മരിച്ചു പോവുകയും അയാളുടെ മകന് വെറും 2 വയസ്സ് മാത്രമേ പ്രായമുള്ളതും കാരണം ആ ഗ്രാമത്തലവൻ ജോലിയിലേക്ക് ആ കുട്ടിക്ക് കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ അപൂർവയുടെ കുടുംബക്കാർക്ക് ആ ഗ്രാമത്തലവന്റെ ജോലി ഇവർ കൊടുക്കുകയായിരുന്നു. അങ്ങനെ കൊടുത്തതിൽ ഭീമയ്യയുടെ പൂർവികരിൽ ഒരാൾക്ക് സങ്കടം തോന്നിയിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു. അതായിരുന്നു അയാളുടെ ആ ഒരു കല്ല് എഴുതി വെച്ചിരുന്നത്. ഇതോടുകൂടി ഭീമയ്യ മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ ഗ്രാമത്തലവന്റെ കസേര തന്റെ പൂർവികരായിരുന്നു ഇത്രയും കാലം വെച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഒരു തവണ അപൂർവയുടെ കുടുംബത്തിന് തൽക്കാലത്തേക്ക് കൊടുത്തതായിരുന്നു അത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അപൂർവയുടെ കുടുംബം ആ ഗ്രാമത്തലവന്റെ ജോലി അങ്ങ് ഏറ്റെടുത്തു. അയാൾ ഇതും പറഞ്ഞിട്ട് അപൂർവയുടെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അവള് പറയുന്നുണ്ട് എനിക്ക് ആ ഗ്രാമത്തലവന്റെ ജോലിയൊന്നും വേണ്ട, അത് നിങ്ങൾ തന്നെ എടുത്തോ. ഇവരിവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചിന്നയാകട്ട ഫേക്ക് ആയിട്ടുള്ള കല്ലു എടുത്തുകൊണ്ട് മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഗ്രാമത്തലവൻ സ്ഥാനം അപൂർവ വിട്ടുകൊടുത്ത് അത് ഭീമയ്ക്ക് കിട്ടിയതോടുകൂടി ആൾക്കാർ അവിടെ കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. അവളെല്ലാവരോടും പോകാൻ പറഞ്ഞിട്ടും അവർ അവിടെ തന്നെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയായിരുന്നു. ഈ ബഹളം എല്ലാം കേട്ട് പേടിച്ച് നമ്മുടെ ചിന്ന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്നു. അവന്റെ കയ്യിൽ ആ കല്ലും ഉണ്ടായിരുന്നല്ലോ. അതോടുകൂടി ആൾക്കാർക്ക് സത്യം മനസ്സിലായി. അവൻ അവിടെ സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആരും അറിയാതെ ഒരു സ്ഥലം ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന്. ഇങ്ങനെയൊരു കള്ളം കാണിച്ചതിന്റെ പേരിൽ അവനെ അവന്റെ അമ്മയും നാട് കടത്താൻ വേണ്ടിയിട്ട് പുതിയ ഗ്രാമത്തലവനായിട്ടുള്ള ഭീമയ്യ ഉത്തരവിടുകയാണ്. ചിന്ന കേണപേക്ഷിച്ച്
വിളിച്ചിട്ടും ആരും ഒന്നും കേട്ടില്ല. ആൾക്കാരെല്ലാം ചേർന്നിട്ട് അവനെ ഇട്ട് തല്ലുകയായിരുന്നു. അപൂർവ അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആൾക്കാരൊന്നും കേൾക്കുന്നില്ല. ആ ടൈമിൽ അവന്റെ സുഹൃത്ത് അവന്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, നിന്റെ അമ്മ മരിച്ചുപോയെന്ന്. അത് കേട്ടതും എല്ലാവരും അടി നിർത്തി. ചിന്ന ആകെ തകർന്നിരിക്കുകയായിരുന്നു. അവനോടി അമ്മയുടെ അടുത്തേക്ക് എത്തിയപ്പോ അവർ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. തന്റെ അമ്മയുടെ മൃതദേഹം എവിടെ അടക്കം ചെയ്യുമെന്ന് ആലോചിച്ച് അവൻ ഇരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൻ ശ്മശാനത്തിലെ ഒരു സ്ഥലം ഒളിപ്പിച്ചു വെച്ചത് കാരണം ആൾക്കാർ നാട് കടത്താൻ പറഞ്ഞിരിക്കുകയല്ലേ. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് ഇനി അടക്കം ചെയ്യാൻ അവനെ അനുവദിക്കില്ല. പക്ഷെ 2 ദിവസമൊക്കെ ബോഡി കേടുകൂടാതെ ഇരിക്കാനുള്ള വിദ്യകളൊക്കെ ഓൾറെഡി അവന് അമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ ഒരു മരുന്നുണ്ടാക്കി അമ്മയുടെ ബോഡിയിൽ മുഴുവൻ തേക്കുന്നു. അവിടെ അപ്പോഴും ശ്മശാനത്തിൽ ഇപ്പോൾ ബാക്കിയുള്ള ആ ഒരു സ്ഥലമില്ലേ, അതിനു വേണ്ടിയിട്ട് ലേലം വെച്ചിരിക്കുകയാണ്. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് അത് ആര് വാങ്ങുന്നോ അയാൾക്ക് സ്വന്തമാക്കാം. ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാശുള്ളത് ഭീമയ്ക്കും മധുബാബുവിനുമാണ്. ഒടുവിൽ രാത്രിയിലെ ലേലം ആരംഭിച്ചു. 1000-നും 10,000-നും ഒക്കെ വിളിച്ച് അവസാനം 40,000 എത്തി. 40,000 രൂപ ഭീമയ്യ പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അതിനു മേലോട്ട് മധുബാബു വിളിക്കുന്നില്ല. അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഇനിയിപ്പോൾ അത് തനിക്ക് തന്നെ സ്വന്തമെന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു ഭീമയ്യ. എന്നാൽ അയാളുടെ ആ ഒരു വിശ്വാസം തെറ്റിച്ചുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാർ ഓരോരുത്തരും അതിനു മേലെ വിളിക്കാൻ തുടങ്ങി. ഇവരുടെയൊക്കെ കയ്യിൽ എവിടുന്നാ പണമെന്ന് ചോദിക്കുന്നു. ഞങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് അവർ പറയുന്നത്. അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഭീമയ്യ വീണ്ടും കൂട്ടിക്കൂട്ടി വിളിക്കുന്നു. അങ്ങനെ വിളിച്ച് അവസാനം 1,00,000 രൂപ എത്തി. ഭീമയ്യ 1,00,000 പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ആരും അതിനു മേലെ വിളിക്കുന്നില്ല. അവസാനം 1,00,000 കൊടുത്തിട്ടാണ് അയാൾ ആ സ്ഥലം വാങ്ങുന്നത്. ആ 1,00,000 ഗ്രാമസഭാ കമ്മിറ്റി അംഗങ്ങൾ വാങ്ങി. പിന്നീട് കാണിക്കുന്നത് ചിന്ന അവന്റെ അമ്മയുടെ മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ആ ശ്മശാനത്തിനുള്ളിലേക്ക് അവൻ കയറുന്നുണ്ട്. എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്, ഇവനിത് എവിടെ അടക്കം ചെയ്യാൻ കൊണ്ടുപോവുകയാണെന്ന്. കാരണം അവിടെയുള്ള ആകെയുള്ള സ്ഥലം അത് ഭീമയ്യ വാങ്ങി. അവിടെ എന്തായാലും അടക്കം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു ശ്മശാനത്തിന്റെ അതിർത്തി കടന്ന് അതിനപ്പുറത്തുള്ള സ്ഥലത്തേക്ക് ഇവർ പോകുന്നു. അവിടെ കുഴിയെടുക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ശരിക്കും ഈ ലേലത്തിന്റെ ഐഡിയ നമ്മുടെ അപൂർവയുടേതായിരുന്നു. ആ ലേലം നടക്കുന്ന സമയത്ത് അവൾ സാധാരണക്കാരായ ആൾക്കാരെ ഈ മധുബാബുവും ഭീമയെ അറിയാതെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, ചിന്നയ്ക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേൾക്കണമെന്ന്. ആദ്യമൊക്കെ അവർ ബഹളം ഉണ്ടാക്കി. പക്ഷെ ചിന്ന അവരോട് പറയുന്നുണ്ട്, ഇവിടെ പൂർവികരുടെ ലിസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പൂർവികരുടെ ലിസ്റ്റ് എടുത്ത് നോക്കി. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ ഗ്രാമത്തിലേക്ക് ആദ്യം വന്ന് താമസിച്ചു തുടങ്ങിയത് 4 സഹോദരന്മാരായിരുന്നു. അവരുടെ കുടുംബം അങ്ങനെ വലുതായാണ് നമ്മൾ ഈ കാണുന്ന ഗ്രാമവാസികളെല്ലാം തന്നെ ഉണ്ടായത്. അതിനർത്ഥം 4 സഹോദരങ്ങളിൽ നിന്നാണ് നമ്മുടെ എല്ലാവരുടെയും പൂർവികർ ഉണ്ടായത്. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? നമ്മൾ എല്ലാവരും ഒരു ചോരയാണെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ആ ഭീമയും മധുബാബുവും നമ്മളും എല്ലാം ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. നമ്മൾ എന്തിനാണ് ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് പരസ്പരം അങ്ങനെ കിടന്ന് അടികൂടുന്നത്? ഇത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാ. അതുകൊണ്ട് നാളെ നടക്കുന്ന ലേലത്തില് അവർ ഒരു ഐഡിയ പ്രയോഗിക്കാൻ തീരുമാനിക്കുന്നു. ലേലത്തിന്റെ തുക മാക്സിമം 1,00,000 കൊണ്ടെത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സാധാരണക്കാരായ ആൾക്കാരും ഭീമയുടെ കൂടെ ലേലം വിളിച്ചത്. 1,00,000 കഴിഞ്ഞ് ഭീമയ 1,00,000 സ്ഥലവും വാങ്ങി. ആ 1,00,000 അപൂർവ കൊണ്ടുപോയി കൊടുക്കുന്നത് അടുത്തുള്ള ഗ്രാമത്തിലായിരുന്നു. ശ്മശാനത്തിനോട് ചേർന്നുള്ള അടുത്തുള്ള ഗ്രാമത്തിന്റെ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് അവൾ അന്ന് പോയപ്പോ അവർ 1,00,000 രൂപയായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അവൾ ആ സ്ഥലം 1,00,000 കൊടുത്ത് വാങ്ങി. അവർക്ക് ആ 1,00,000 കിട്ടിയിട്ട് അവരുടെ ഗ്രാമത്തില് ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് ഒരു ആശുപത്രി തുടങ്ങാനായിരുന്നു. കാരണം അവിടെ ഒരുപാട് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് മരിച്ചു പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ മരണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തരുന്ന കാശ് ഞങ്ങൾ ജനനത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അവർ പറയുന്നു. അങ്ങനെ കൊടുത്ത സ്ഥലമാണ് ഇപ്പോൾ ശ്മശാനത്തിനോട് ചേർന്നുള്ളത്. ആ വിശാലമായ സ്ഥലത്ത് ഒരുപാട് പേരെ അടക്കം ചെയ്യാം. അതുകൊണ്ട് അവിടെ ആദ്യം അടക്കം ചെയ്യുന്നത് നമ്മുടെ ചിന്നയുടെ അമ്മയെ തന്നെയാണ്. അവർ ആഗ്രഹിച്ച പോലെ തന്നെ ഈ മണ്ണില് അവർക്ക് കല്ലറ കിട്ടി. അമ്മയെ അടക്കം ചെയ്ത സ്ഥലത്തിനടുത്ത് അവൻ്റെ ഒരു മരവും നട്ടു. സ്ഥലം കിട്ടിയതോടുകൂടി നമ്മുടെ ചിന്നയുടെയും അവന്റെ കൂട്ടുകാരന്റെയും ജോലി പോയില്ല. ഇവിടെ നമ്മുടെ പുതിയ ഗ്രാമത്തലവിന് ചുറ്റും ജനങ്ങൾ തടിച്ചുകൂടി. പണ്ടവരുടെ പൂർവികർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള കാശൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവര് ബഹളം ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഭീമയുടെ സ്വസ്ഥത കെട്ടിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഗതികെട്ട് ഭീമയ്യ പറയുന്നുണ്ട്, 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ, അതെല്ലാം ഞാൻ റദ്ദ് ചെയ്തിരിക്കുന്നുവെന്ന്. എല്ലാവരും എന്റെ കൂടെ ഉറക്ക വിളിച്ചു പറയാൻ. അങ്ങനെ അവരും ഉറക്ക വിളിച്ചു പറയുന്നു, 100 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം റദ്ദ് ചെയ്തിരിക്കുന്നുവെന്ന്. അത്രയും പറഞ്ഞതും അവരെല്ലാവരും പറയുന്നുണ്ട്, എന്നാ പിന്നെ ഞങ്ങളുടെ ഗ്രാമത്തലൈവി ഇനി അപൂർവ തന്നെയായിരിക്കുമെന്ന്. കാരണം നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ആ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം റദ്ദ് ചെയ്തിരിക്കുന്നുവെന്ന്. അങ്ങനെ നമ്മുടെ ഭീമയെ ഒരു മണ്ടനാക്കിക്കൊണ്ട് അവരെല്ലാവരും അവിടെ നിന്നും പോയി. ഇവിടെ നമ്മുടെ അപൂർവയാകട്ടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച സന്തോഷത്തിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. പക്ഷെ രാത്രിയാകുമ്പോഴത്തേക്ക് അവളുടെ ആൾക്കാരെല്ലാം അവിടേക്ക് കയറി വരുന്നു. അടുത്തുള്ള ഗ്രാമത്തിലെ ഗ്രാമത്തലവന്മാർ വന്നിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് മോളെ കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നതെന്ന്. തന്റെ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് അവൾ ഇരിക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.